എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു നെയ്ച്ചോറാക്കിയാലോ. ഒരു നാടൻ അരി വറുത്തിട്ടുണ്ടാക്കുന്ന നെയ്ച്ചോറ്. നമ്മൾ സാധാരണ കയമ അരി കൊണ്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഉരുളിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ അതിനെന്തെല്ലാം വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്ലാസ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ഗ്ലാസ് കയമ അരിയാണ്, സാധാരണ നമ്മൾ ജീരകശാല അരി തന്നെ. അത് 3 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 3/4 കിലോ വരുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകി അരിപ്പയിലിട്ടിട്ട് വെള്ളം വാർത്തെടുക്കാം നമുക്ക്. അത് വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, കാരണം വറക്കുന്നതാണ്. അപ്പോൾ അതിനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഒഴിക്കാം, പക്ഷേ ഞാൻ 4 ടേബിൾ സ്പൂണേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അത് അതിലേക്ക് 1.5 കപ്പ് വലിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് അലങ്കരിക്കാനുള്ള ഉള്ളിയാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരട്ടെ. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഉരുളിയിലായതുകൊണ്ട്. ഉരുളി നല്ലോണം അങ്ങനെ ചൂടായി നിൽക്കുന്നതല്ലേ. അതാ ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തത്. അത് ആ ഗ്ലാസ്സിൽ 5.25 ഗ്ലാസ് വെള്ളം ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ, തിളച്ച് വറ്റിപ്പോറ് കറക്റ്റ് ആവുമ്പോൾ അത് സ്റ്റൗ സിമ്മിൽ വെക്കണം. ഇതാ എൻ്റെ ഉള്ളി നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം എന്നോട് മൊരിക്കാൻ അതൊന്ന് വറുത്തെടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ വറുത്ത് മാറ്റി വെച്ചോ കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒരു വിധം ചുവന്ന് വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ട് മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ എല്ലാം ഊരി കോരി മാറ്റിയിട്ട് ആ ഉള്ളീൻ്റെ കൂട്ടത്തിൽ തന്നെ വെക്കാം. ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഞാൻ നല്ല വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഞാൻ വറുക്കുന്നത്. ഇനിയാണ് നെയ്യ് ഒഴിക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂക്ക വറക്കണം. വറുത്ത് ആ അരി ഉരുളി കിടന്നിട്ടിങ്ങനെ മണിയണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാണ്ട് തീരെ പൊരിഞ്ഞു പോറേ, അത് ശ്രദ്ധിക്കണം. കൈവെക്കാണ്ട് ഇളക്കണം. ഒരു ഭാഗത്ത് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തെ വെള്ളം തിളക്കാനായിട്ടുണ്ട്. അതിൽ ഉപ്പിട്ടോളണേ. നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചൊന്ന് നിങ്ങൾ തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലുണ്ടാവണം. അത് അരിയിലേക്ക് ചേർക്കുമ്പോൾ അന്നേരം കറക്റ്റായിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഭംഗിയായിരിക്കും കാണാനും, പിന്നെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. കണ്ടോ? അപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കയ്യുമ്മലെല്ലാം തെറിക്കും. കണ്ടോ? വല്ലാണ്ട് തിളക്കുന്ന അത്രയും തിളച്ച് നിൽക്കുന്ന ഉരുളിയല്ലേ. അപ്പോൾ ഉരുളിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ വെള്ളം മേലോട്ട് തെറിച്ചു വിടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പോരെങ്കിൽ അന്നേരം ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, കൂടിപ്പോണ്ട. ഇനി ചേർക്കേണ്ടത് ഒരു 2-3 കഷ്ണം പട്ട, പിന്നെ ഒരു 4 ഏലക്ക, ഗ്രാമ്പു. അത് 2 മാത്രം മതി നമുക്ക് മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ. ആദ്യം അരി വറക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്. പിന്നെ നമ്മളതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. വെള്ളം തിളക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിന് ശേഷം 7 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ? വെള്ളം വറ്റി. ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കണ്ടോ? ഏകദേശം ഒരു 85% വെന്തിട്ടുണ്ട്. കണ്ടോ? നല്ലോണം ഇപ്പം സ്റ്റൗ സിമ്മിലാണേ വെക്കാവൂ. വളരെ കുറച്ചിട്ട് പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. നെയ്യിനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അവിടെ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യെല്ലാം നല്ലോണം ഉരുകി
ഉള്ളിലേക്ക് ഇറങ്ങും. രണ്ട് മിനിറ്റാണ് ഇങ്ങനെ വെക്കേണ്ടത്. 2 മിനിറ്റിന് ശേഷം ഒക്കെ മൂടി തുറന്നിട്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിടാം. എന്നാലും നല്ല ഉരുളി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 95% വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മൂടി വെച്ചിട്ട് ആ അടുപ്പത്ത് തന്നെ, എന്നാൽ സ്റ്റൗ കത്തിക്കാൻ പാടില്ല, ഓഫാക്കിയിട്ടുണ്ടാവണം. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി അതിന് 1 മിനിറ്റും കൂടി വെക്കാം. അതിന് ശേഷം നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം വെച്ചൊന്ന് അലങ്കരിക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിന്ന് സ്റ്റ്യൂവാണ് ഉണ്ടാക്കിയത്. സ്റ്റ്യൂവോ തൈര് അങ്ങനെ ഇതിനത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ അറിയില്ല. എന്തായാലും തേങ്ങാ ചമ്മന്തി ആയാലും അടിപൊളിയായിരിക്കും. പരിപ്പ് കറിയും വളരെ സൂപ്പറാണ്. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.